ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കിതിലൊരു കുട്ടി ബ്ലൗസ് വെച്ചെടുക്കാം. നമ്മൾ പട്ടുപാട് ഇപ്പോൾ ഓണമല്ലേ, ഓണമാകുമ്പോൾ നമുക്ക് പട്ടുപാട് ബ്ലൗസൊക്കെ ഒരുപാട് കുട്ടികൾ ഇഷ്ടപ്പെടുന്ന കാര്യമാണ്. നല്ല നല്ല ട്രഡീഷണൽ ഡ്രസ്സെന്ന് പറയുമ്പോൾ ഭയങ്കര ഇഷ്ടമാണല്ലോ എല്ലാവർക്കും. അപ്പോൾ നമുക്കിതിലൊരു കുട്ടി ബ്ലൗസ് തയ്ക്കുന്ന വീഡിയോ, കട്ട് ചെയ്യുന്ന വീഡിയോ ഇടാം. ഓക്കെ, ബൈ. ഇങ്ങനെ വെച്ച് മടക്കുക. നമ്മൾ ഇങ്ങനെ വെച്ച് മടക്കി ഇതിൻ്റെ ഡിസൈൻ കണ്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഏത് വാക്ക് മടങ്ങിയാലും വൃത്തിയായിട്ടില്ല. അല്ല, ഒരു വാക്ക് മാത്രം ഡിസൈൻ വരണമെങ്കിൽ നിങ്ങൾ ആ വാക്കിനെ വെട്ടാവും കേട്ടോ, അല്ലെങ്കിൽ ആ തുണിക്ക് ഭംഗി കുറയും. പിന്നെ നമ്മൾ തികയാതെ വരുമ്പോൾ ചിലപ്പോൾ അങ്ങനെ വെട്ടാറുണ്ട്. പക്ഷേ കഴിയുമെങ്കിൽ ഇങ്ങനെ ഒരു ഡിസൈൻ ഒരേ വാക്കിൽ വന്ന് വെട്ടുക. ഇത് കണ്ട, ഒരു ഡിസൈൻ ഇങ്ങോട്ടും ഒരു ഡിസൈൻ ഇങ്ങോട്ടും ആയിരിക്കണം. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളത് കൊണ്ട് നമുക്ക് എങ്ങനെ വേണമെങ്കിലും വെട്ടാം. ഇങ്ങനെ വെട്ടരുത്, ഇങ്ങനെ വെട്ടാം കേട്ടോ. അപ്പോൾ നമുക്കിതിൻ്റെ ഇറക്കം എന്ന് പറയുന്നത് 13 ഇഞ്ച് മറിച്ചിട്ട് അഴിച്ചിക്കോടെ കണ്ട, രണ്ട് സൈഡാണിത്. ഇത് ബാക്കാണ് വരുന്നത് കേട്ടോ. നമുക്കിതിൽ 13 ഇഞ്ച് ഇറക്കം എന്ന് പറഞ്ഞാൽ നമുക്കൊരു 14 ഇഞ്ച് ചില്ലറ എടുക്കാം. 14 ഇഞ്ച് ചില്ലറ എടുക്കാം. അപ്പോൾ നമുക്കിതിൻ്റെ വണ്ണം എന്ന് പറഞ്ഞാൽ 25 ഇഞ്ചാണ്. അപ്പം ഞാൻ കുറച്ച് എക്സ്ട്രാ വെട്ടുന്നുണ്ട്, അത് ഞാൻ നിങ്ങളുടെ പറയുന്നില്ല, പക്ഷെ നമുക്ക് അത് അടയാളപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ ഷോൾഡർ എന്ന് പറയുന്നത് കഴുത്തിന് കുറച്ച് വൈഡുണ്ട്. അപ്പോൾ 10 ഇഞ്ച് ഷോൾഡർ വെട്ടി. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ കഴുത്ത് ബാക്ക് എന്ന് പറയുമ്പോൾ ഒരു 4 ഇഞ്ച് വെട്ടാം. ബാക്ക് ഒരു അല്പം ഇറക്കി കൊടുക്കുക, എങ്കിൽ ഭംഗിയാണുള്ള പട്ട് പണിഞ്ഞു പറഞ്ഞു കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ ഷോൾഡർ എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ ബാക്ക് ഇറക്കിയിട്ട് ഇവിടെ ഇത്ര ഇങ്ങനെ വരണം. കാരണം ഇവിടെ നമുക്ക് സിപ്പിനായിരുന്നാലും നമ്മൾ തുണി വെച്ചടിക്കുന്ന പട്ടയ്ക്കായിരുന്നാലും ഒരു 1/2 ഇഞ്ച് വീതം പോകും. അപ്പോൾ അത് കണക്കാക്കി നമ്മളിവിടെ വൈഡ് കൊടുത്ത് വയ്ക്കുക. ഇവിടെ നിന്ന് കൈയുടെ ഈ ഷോൾഡറിൻ്റെ അളവെന്ന് പറയുമ്പോൾ 2.5 ഇഞ്ച് തച്ച് വരുമ്പോൾ 2.5 ഇഞ്ച് മതി കേട്ടോ, കൊച്ചു കുട്ടിയല്ലേ. അപ്പോൾ നല്ല ഷോൾഡറൊക്കെ കയറ്റി തച്ചാലേ കൊള്ളാവും. അപ്പോൾ നമുക്കിതിൻ്റെ കൈക്കുഴി എന്ന് പറയുമ്പോൾ ഒരു 5 ഇഞ്ച് എടുക്കാം. 5 ഇഞ്ച് എടുത്തിട്ട് സ്ക്വയറായിട്ട് അടയാളപ്പെടുത്തുന്നു. സ്ക്വയറായിട്ട് വരച്ചിട്ട് നമ്മളിതിനെ റൗണ്ട് ചെയ്ത് വരച്ചു കൊടുക്കുന്നു കേട്ടോ. എന്നിട്ട് നമ്മൾ ഇവിടുന്ന് അടയാളപ്പെടുത്തി ഇവിടെ ശകലം ഒന്ന് വളച്ചിട്ട് വെട്ടിക്കൊടുക്കുന്നു. ഇതിൻ്റെ സൈഡ് ഓപ്പൺ ഒന്നുമില്ല, നമുക്ക് സാധാരണ ഒരു പട്ട് പാടുന്നതാണ് കേട്ടോ. അപ്പോൾ 13 ഇഞ്ച് ഇറക്കം മതി. നമുക്ക് ഇതിൻ്റെ ഉള്ളിലോട്ട് ബാക്കി ഇട്ടയക്കാം. കാരണം ലൈനിങ് ഇട്ട് മറിച്ചടിക്കുമ്പോൾ ഇതിൻ്റെ മുകളിൽ കുറച്ചിട്ടിരുന്നാൽ വേണമെങ്കിൽ പിന്നീട് അവർക്ക് പൊളിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മളിത് ഒരല്പം റൗണ്ടായിട്ട് വെട്ടുക. കാരണം ഇത്രയും റൗണ്ട് കൊടുക്കുകയെന്ന് വെച്ചാൽ ഇതിൽ ഒരു 1/2 ഇഞ്ച് പട്ടയ്ക്കായിട്ട് നമ്മുടെ പട്ട അടിച്ചാലും ശരി, സിബ് വെച്ചാലും ശരി, 1/2 ഇഞ്ച് പോകും. അപ്പോൾ നമുക്കിവിടെ ഒന്ന് ഒരല്പം ചരിച്ച് കൊടുക്കാം കേട്ടോ. ഇതാണ് നേരെ വരുന്നത്. അപ്പോൾ നമ്മളൊരു ഇത്രയും ചരിച്ചിട്ടുണ്ട് കണ്ടോ, ഇത്രയും നമ്മൾ ചരിച്ചിട്ടുണ്ട്. അപ്പോൾ ചരിച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മളിവിടെ നിന്ന് വെട്ടിയെടുക്കാം. എന്നിട്ട് നമ്മളിവിടെയും കൂടെ ഒന്ന് വളച്ചൊരല്പം സൈഡ് ഒതുക്കി കൊടുക്കുക. കാരണം ഇതിൻ്റെ ചെസ്റ്റ് വണ്ണം 25, പിറ്റ് ഇവിടുത്തെ നമ്മുടെ ഈ പിറ്റ് വേസ്റ്റ് വണ്ണം പറഞ്ഞത് 23 ഡൗണിൽ 25 വണ്ണം. അപ്പോൾ നമുക്ക് കുറച്ചൊന്ന് നമ്മൾ വെട്ടിക്കഴിഞ്ഞു. ഇത് നമുക്ക് ഫ്രണ്ട് പീസാണ്. അപ്പോൾ ഈ ഫ്രണ്ട് പീസ് നമുക്ക് വെട്ടിയെടുക്കാം. ഫ്രണ്ട് പീസ് കണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഇത് ഹൂക്ക് വയ്ക്കാനുള്ള പട്ട അത്രയും വെട്ടിയിട്ട് വേണം വെട്ടാൻ. ഇത് വെച്ച് വെട്ടിയാൽ മതി, പക്ഷേ ഇവിടെ ഒരു 1/2 ഇഞ്ച് വീതം ഇങ്ങോട്ട് തള്ളിയിട്ട് വേണം. അപ്പോൾ അത് നമുക്ക് ഫ്രണ്ട് പീസിലേക്ക് പട്ട വേണ്ട. അതായത് ഇവിടെ നമ്മൾ സിബോ പട്ടയോ ഒന്നും അടിക്കുന്നില്ല. അപ്പം നമുക്കത് കുറച്ചിട്ട് വെട്ടാം. ബാക്കി ഇവിടുത്തെ വണ്ണമല്ല, അതുപോലെ ഇട്ട് വെട്ടിയാൽ മതി. ഇറക്കവും ബാക്കിയല്ല. കഴുത്തെന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യത്തെ കഴുത്താണ് വേണ്ടത് കേട്ടോ. അപ്പോൾ ആദ്യത്തെ കഴുത്താണ് നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് പിന്നീട് വെട്ടിയാൽ മതി. അത് ക്യാൻവാസ് വെട്ടിയിട്ട് നമ്മളിതിൽ ഒട്ടിച്ചിട്ട് തയ്ക്കണം. കഴുത്ത് നമ്മളിവിടെ ഒരു അടയാളപ്പെടുത്തുന്നുണ്ട്. കാരണം ഇതിൻ്റെ ഷോൾഡറിൻ്റെ വീതിക്ക് ഒന്ന് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. എന്നിട്ട് ഫ്രണ്ട് കഴുത്ത് കണ്ടോ. കഴുത്ത് എന്ന് പറയുമ്പോൾ നെക്ക് 4 ഇഞ്ചാണ് വേണ്ടത്. 4 ഇഞ്ചാണ് ഫ്രണ്ട് കഴുത്ത് വേണ്ടത്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ വരും കേട്ടോ. ആദ്യത്തെ കഴുത്ത് എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് വരണം. ഇതിൻ്റെ ലൈനിങ് കൂടെ വെട്ടണം. ഇനി കൈ ഉണ്ടപ്പപ്പാണ് കേട്ടോ. ഡ്രസ്സ് പഴമയിലുള്ള ഡ്രസ്സുകളൊക്കെ തയ്ച്ചു കൊടുക്കാൻ നല്ലൊരു ഇതാണ് കേട്ടോ. ഇതൊക്കെ ഈ കുട്ടിയുണ്ട്, അതുപോലെ ചെറിയ ചെറിയ തുണ്ട് മതി. കൊച്ചു കുട്ടിയൊക്കെ അടിക്കാൻ കുഞ്ഞു തുണ്ട് മതി കേട്ടോ. ഇവിടെ നമുക്ക് ലൈനിങ് ഇത് ക്യാൻവാസ് ഇട്ട് തയ്ച്ചിട്ട് അതിൽ തയ്ച്ചതിന് ശേഷം വെട്ടാം കേട്ടോ കഴുത്ത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാക്ക് പീസ് കൂടെ വെട്ടാം. ബാക്ക് പീസ് ഇപ്പോൾ ലൈനിങ് എങ്ങനെ ഇട്ട് വെട്ടിയാലും കുഴപ്പമില്ല. മറിച്ച് തിരിച്ചൊക്കെ തുണി കഴിച്ചാക്കണതിന് അവർ ഒത്തിരി തുണി എടുത്തിട്ട് നമുക്ക് തിരിച്ചങ്ങ് ബാക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ബാക്ക് പീസ്. നമുക്ക് ഇതിൻ്റെ ലൈനിങ് വെട്ടിയെടുക്കാം. ദേഹത്ത് കുത്തുന്ന തുണിയാണ്. കാരണം ഇതിൻ്റെ ഡിസൈൻ എന്ന് പറയുമ്പോൾ ഒരുമാതിരി സിൽക്ക് നൂലാണ്. അതായത് നമ്മുടെ ഈ ജെറി നൂല് പോലത്തെയാണ്. ജെറി നൂലെന്ന് പറയുമ്പോൾ അത് കയ്യിലൊക്കെ കുത്തി കയറും, കുത്തിയുണ്ട്. അപ്പോൾ നമുക്ക് ലൈനിങ് ഇട്ട് കൊടുത്താൽ കുഴപ്പമുണ്ടാവില്ല കേട്ടോ. അപ്പോൾ നമുക്ക് കൈയും വെട്ടിയെടുത്തു. അപ്പോൾ നമുക്ക് ഇനി വേണ്ടത് ഇതിൻ്റെ എൻഡിൽ വരുന്ന ഒരു പട്ട വരും, ഒരു കുഞ്ഞു പട്ട, പൈപ്പിംഗ് പട്ടയാണ്. ചെറിയെന്ന് വെച്ചാൽ 1/2 ഇഞ്ച് വീതിയല്ല, ഉരുട്ടി തയ്ക്കാൻ പറ്റുമെങ്കിൽ അതാണ് നല്ലത്. അതിന് ക്രോസ് പീസ് വെട്ടിയെടുത്താൽ നല്ലതായിരിക്കും. ഉരുട്ടിയാണ് തയ്ക്കുന്നതിൻ്റെ. അപ്പോൾ നമുക്ക് ഇതിന് ക്രോസ് പീസ് വെട്ടിയെടുക്കാം. ഇവിടെ നിന്ന് എടുക്കാം കേട്ടോ.
ക്രോസ് പീസ് വെട്ടാൻ അറിയാമല്ലോ. അപ്പോൾ ഇങ്ങനെ വയ്ക്കും, ഉരുട്ടി തയ്ച്ചെടുക്കാം. കുറച്ച് വീതിയിൽ വെട്ടണം, അപ്പം നമുക്ക് നല്ല ഉരുട്ടി അടിച്ചെടുക്കാൻ പറ്റും. ഇത് രണ്ടാണ് നമുക്ക് ക്രോസ് പീസിൽ. ഇനി അപ്പോൾ നമുക്കൊരു ആലിൻ്റെ കഴുത്തൂടെ വെട്ടിയെടുക്കാം. നമുക്കിതിൻ്റെ ഒരു ആലിൻ്റെ കഴുത്തൂടെ വെട്ടിയെടുക്കാം അല്ലേ. 4 ഇഞ്ച് കഴുത്താണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ഒരു ആലിൻ്റെ കഴുത്ത് വെട്ടാം. ഇത് ക്യാൻവാസാണ്, കട്ടി ക്യാൻവാസാണ് കേട്ടോ. ഇത് 2 ക്യാൻവാസ് ഉണ്ടാവും. ഇത് കനം കുറഞ്ഞ ക്യാൻവാസാണ് കേട്ടോ. ഇതിട്ട് നമുക്ക് തയ്ച്ചാലും ഒട്ടിച്ചെടുക്കാൻ പറ്റിയത് തേച്ചൊട്ടിക്കുന്നതാണ്. പക്ഷേ തീരെ കട്ടി കുറവാണ്. അപ്പോൾ കഴുത്ത് കൊണ്ട് ചിലപ്പം മറിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. പിന്നെ നെക്കിന് അത് വയ്ക്കുന്നവരും ഉണ്ട്, കാരണം ഒരുപാട് കട്ടി ഇഷ്ടമില്ലാത്തവർക്ക് അങ്ങനെ വയ്ക്കാം. അപ്പോൾ നമുക്ക് 4 ഇഞ്ചാണ് കഴുത്ത് വേണ്ടത്. അപ്പോൾ 4 ഇഞ്ച് നമ്മൾ വെട്ടുമ്പോൾ 4 ഇഞ്ച് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഇറക്കം ഒരു 4.5 ഇഞ്ച് എടുക്കാം. ഇവിടെ ഇറപ്പെടുത്തുക. ഇതിൻ്റെ ഇത് വീതി എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കൊരു 2.5 ഇഞ്ച് 2.25 എടുത്താൽ മതി. അതിൽ കൂടുതലുണ്ട്, കൊച്ചു കുട്ടിയാണ്. അപ്പോൾ നമുക്ക് ആലിനെ കഴുത്ത് പറയുമ്പോൾ ഇതിങ്ങനെ എടുക്കണം. ഇതിങ്ങനെ വന്ന് ഇങ്ങനെ വളച്ച് അറിയാമല്ലോ. നിങ്ങൾ ഇതൊക്കെ പാറ്റേൺ വെട്ടി വെച്ചാൽ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും വെട്ടാൻ. ഇത് നമുക്ക് വേസ്റ്റാണ്, ഇത് കളയാനുള്ള. അപ്പോൾ ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാം, ഇവിടെ നിന്ന് 1 ഇഞ്ച് വീതിയിൽ അതേ ഷേപ്പിൽ നമ്മൾ വെട്ടിയെടുക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇതാണ് നമുക്ക് വേണ്ടുന്ന ആലിലെ കഴുത്ത്. അപ്പോൾ ഇത് നമുക്കിങ്ങനെ തേച്ചൊട്ടിച്ചതിന് ശേഷം തയ്ച്ചിട്ട് കട്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇതാണ് നമുക്ക് കഴുത്തിൽ വെച്ചെടുക്കുന്നത്. ഞാൻ ഇപ്പോൾ ഒരു 1 ഇഞ്ച് നീളം കൂട്ടിയാണ് എടുത്തിട്ടുള്ളത് കണ്ടോ. 5 ഇഞ്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഒരു 1/2 ഇഞ്ച് ഇങ്ങനെ പോകും. അപ്പോൾ നമുക്ക് കറക്റ്റ് ആയിരിക്കും കേട്ടോ. 4.5 ഇഞ്ചൊക്കെ ആവാം. 4 ഇഞ്ച് ഞാൻ അടയാളപ്പെടുത്തി എടുത്തതാണ് 4 ഇഞ്ച്, പക്ഷെ 4.5 ഇഞ്ചൊക്കെ ആവാം. കാരണം പട്ടുപാട് ബ്ലൗസിനകത്ത് കഴുത്തൊക്കെ ഇത് വലുതായിരുന്നല്ലേ കൊള്ളാവും. അപ്പം നമുക്ക് ഇത് ബാക്കിൽ നമ്മളൊരു ബോ അടിക്കുന്നുണ്ട്. ബോ അടിക്കാൻ അറിയാമല്ലോ. ബോ അടിക്കാൻ വേറെ ഒന്നുമില്ല, നമുക്കൊരു സ്ക്വയർ പീസ് വെട്ടിയെടുക്കാം. തയ്ച്ചതിന് ശേഷം കെട്ടിയിട്ടെടുക്കാം. അപ്പോൾ നമുക്ക് ഒരു ബോ തയ്ക്കാനുള്ളതും കൂടെ എടുക്കാം. ബോയ്ക്ക് സാധാരണ ചെറിയ ബോയ്ക്കൊക്കെ ആണെങ്കിൽ ഒരു 7 ഇഞ്ച് നീളം, 8 ഇഞ്ചൊക്കെ നീളാൻ മതി. പക്ഷേ ഇതിപ്പോൾ ഒരു 7-8 ഇഞ്ച്, 8 ഇഞ്ചിൽ നമ്മൾ വെട്ടിയാൽ മതി. 8 ഇഞ്ച് നീളം 6 ഇഞ്ച് വീതിയിൽ ഒരു തുണ്ട് വെട്ടുക. എന്നിട്ട് തയ്യൽ തുമ്പ് അടിച്ച് പോയിട്ട് ബാക്കിയുള്ളത് മതി കേട്ടോ. 6 ഇഞ്ച് വീതിയും 8 ഇഞ്ച് നീളത്തിലാണ് നമ്മൾ വെട്ടുന്നത്. ഇനി ഇതുപോലെ ഇതിൻ്റെ പീസും ഒരു പീസ് വെട്ടിയെടുക്കാം. ഇതിൽ നിന്ന് നമുക്കതുപോലെ ഒരു പീസ് വെട്ടിയെടുക്കാം. അത് നമുക്ക് ഇത് വെച്ചിട്ട് അങ്ങ് വെട്ടിയാൽ മതി. നിങ്ങൾ ഈ ബോയ്ക്ക് വെട്ടുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം. ഇതുപോലെ വെട്ടി ഇവിടെ 4 സൈഡ് ഓപ്പൺ ആക്കി വെട്ടിയെടുക്കല്ലേ കേട്ടോ. ഇതുപോലെ വെട്ടിയെടുക്കണം. ഇതുപോലെ വെട്ടിയെടുക്കാം. നമ്മൾ തയ്ക്കുന്നത് ഇങ്ങനെയാണ്, നിങ്ങൾക്ക് തയ്ക്കുമ്പോൾ മനസ്സിലാവും ഇങ്ങനെയാണ്. അപ്പോൾ ഈ 2 സൈഡ് തയ്യലില്ലാതെ നല്ല ഭംഗിയായിട്ട് കിടക്കാം. അപ്പോൾ ഇങ്ങനെ വെട്ടിയെടുക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. അപ്പോൾ നമുക്ക് തന്നെ തയ്ക്കുമ്പോൾ നിങ്ങൾ കാണാം. അപ്പം നമുക്ക് പോലെ ഇതിന് മുകളിലൊരു വള്ളി കൂടെയുള്ള ഒരു ചെറിയ വള്ളി, അതായത് ഒരു കുട്ടി വള്ളി കൂടെ ഉണ്ടാവും. ഇതിൻ്റെ വള്ളി തയ്ക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ പിടിച്ചല്ലോ, ഇവിടെ വെച്ചിട്ട് നമ്മൾ 2ആയിട്ട് മടക്കുന്നുണ്ട്. 2ആയിട്ട് മടക്കിയിട്ട് വള്ളി ചെറിയ വള്ളി മതി കേട്ടോ. 2ആയിട്ട് മടക്കിയിട്ട് ഇവിടെ നമ്മൾ ഇങ്ങനെ ഒരു 3 ഇഞ്ച് എടുക്കണം. 3 ഇഞ്ച് എടുത്തിട്ട് ഇവിടെ നിന്ന് ഒരു 2 ഇഞ്ച് താഴ്ത്തി, അതായത് 2 ഇഞ്ച് താഴ്ത്തി ഇവിടെ ഒരു അടയാളപ്പെടുത്തി കൊടുക്കണം. അപ്പോൾ ആ 2 ഇഞ്ചിൽ ഇവിടെ നിന്ന് ഇങ്ങനെ കൊണ്ടുവന്ന് ആ 2 ഇഞ്ചിൽ മുട്ടിക്കുക. എന്നിട്ട് നമ്മൾ ഇങ്ങനെ കുറച്ച് വരച്ചെടുക്കുക. അതായത് ഇവിടെ നിന്ന് കൂട്ടിയെടുത്തിട്ട് ഈ ഷേപ്പിൽ വെട്ടുക. ഈ ഷേപ്പിൽ നമ്മൾ ഇങ്ങനെ വെട്ടിയെടുക്കുക കേട്ടോ. അപ്പം നമുക്കിങ്ങനെ തയ്ക്കുമ്പോൾ ഈ 2 സൈഡും ഈ വള്ളി ഇങ്ങനെ വീതിയായിട്ട് കിടക്കും കേട്ടോ. കാണാൻ നല്ല ഭംഗിയായിരിക്കും. അപ്പം നമുക്ക് ഇതൊക്കെ തയ്ച്ചെടുക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇത് ലൈക്കും കമൻറ്റും ഷെയറും സബ്സ്ക്രൈബ് ചെയ്താലേ ഞാൻ ഈ തയ്ക്കുന്ന വീഡിയോയിലുള്ളൂ കേട്ടോ.